പക്ഷെ നമ്മളിപ്പോൾ ധാരാളമായി കേൾക്കുന്നത് ഈ ചാറ്റ് GPT, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്സ്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി അസൈൻമെന്റിന് വേണ്ടിയും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റി ഉത്തരങ്ങൾ കിട്ടും. നമ്മൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രക്രിയയിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നുള്ള യാതൊരു ബോധവുമില്ല. സോറ അതൊക്കെ പറഞ്ഞ് ഇമേജ് ജനറേഷൻ അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഇമേജ് ഒരു പടം ഒരു ഫ്രേസ് കൊടുത്താൽ മതി, എലിഫന്റ് വാക്കിംഗ് ഇൻ ദ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല പടമൊക്കെ ഉണ്ടാക്കി തരും. നിർമ്മിത ബുദ്ധിയും മാറുന്ന ലോകവും. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാറുന്ന ജീവിത സാഹചര്യങ്ങളും. ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക ജീവിതത്തിൽ നൂതന സാങ്കേതിക വിദ്യകളെ എങ്ങനെ നീതിപൂർവ്വം ഉപയോഗിക്കാമെന്നും സാമൂഹികവും സാങ്കേതികവുമായ പുരോഗതിയെക്കുറിച്ചും അതിന്റെ ധാർമ്മികതയെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുകയാണ് IIIT ഡയറക്ടർ പ്രൊഫസർ PJ നാരായണൻ സാറും DCSMAT ഡയറക്ടർ ഡോക്ടർ ജയശങ്കർ പ്രസാദ് സാറും. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് സാധ്യതകളുള്ളതെന്നും അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്നും കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂല് എന്താ നമുക്ക് പറയാൻ കഴിയും? ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ നമ്മളിപ്പോൾ ധാരാളമായി കേൾക്കുന്നത് ഈ ചാറ്റ് GPT, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്സ്. ആ ചാറ്റ് ബോട്ട്സിന്റെ ബാക്ക് എൻഡിൽ അത് ഇപ്പോൾ ഉള്ള ചാറ്റ് ബോട്ട്സ് എല്ലാം ലോകത്തുള്ള എല്ലാ റിട്ടേൺ മെറ്റീരിയൽ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യപ്പെട്ടാണ്. അതെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ നോളജ് മുഴുവൻ, അതിലുള്ള എല്ലാ കണ്ടന്റ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഉത്തരം പറയാൻ അതിന് കഴിവുണ്ട്. പക്ഷേ ഇതൊരു ഒരു ഓരോ സെന്റൻസ് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ പ്രെഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ഇതിന്റെ AI മോഡൽ എന്ന നിലയിൽ. അതിന്റെ ടെക്നിക്കലി അതിന്റെ ഉള്ളിൽ അടുത്ത വാക്ക് പ്രെഡിക്റ്റ് ചെയ്യുക. കഴിഞ്ഞ 10 വാക്കുകൾ ഇന്നതായിരുന്നെങ്കിൽ അടുത്ത വാക്ക് ഏതായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ കണ്ട എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റി മോഡൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല ഗ്രാമാറ്റിക്കലി വളരെ നന്നായിട്ടും നല്ല സ്റ്റൈലൊക്കെ ഉള്ള ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനും നമ്മൾ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്താൽ, നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് ഈ മുമ്പുള്ള 100 കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയും. ഇതൊരു മുമ്പുള്ള 1000 വാക്കുകൾ, ഒരു 1000 വാക്കുകൾ കൊടുത്ത 1001ാമത്തെ വാക്ക് ഏതാവണം എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. 1001 കഴിഞ്ഞാൽ പിന്നെ 1002ാമത്തെ ആവണം, പിന്നെ 1003ാമത്തെ ഏതാവണം എന്നാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ. അതിന് നമ്മൾ ഈ 1000 വാക്കുകൾ കൊടുത്തത് കൊണ്ട് അതിന് കോണ്ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും മറ്റ് വെബ് പേജുകളും വായിച്ചുള്ള അറിവിൽ നിന്ന് 1001ാമത്തെ വാക്ക് ഫില്ല് ചെയ്യും. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മളെല്ലാം കാണുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് വളരെ കൃത്യമായ ഉത്തരങ്ങൾ പലതും തരികയും പല സോഴ്സസ് നിന്നും ഉള്ള ഇൻഫർമേഷൻ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒന്നിച്ചൊരു ഒരു ടേബിളാക്കിയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആക്കി തരികയും ചെയ്യാനത് പറ്റും. പിന്നെ അതിന് സിമ്പിൾ ടൂൾ അതിന് പുറത്ത് ഇതിനെ ഒരു വെബ് പേജ് ആക്കി തരിക അല്ലെങ്കിൽ ഒരു ടേബിൾ ആക്കി തരിക, അതൊരു എളുപ്പമുള്ള കാര്യമാണ്. അത് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റിന് പഠനത്തിന് വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പക്ഷെ ഇതില് ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഇത് തരുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഇത് തരുന്ന സെന്റൻസുകളോ അല്ലെങ്കിൽ ഇത് തരുന്ന ടെക്സ്റ്റ് കറക്റ്റ് ആണോ, ഇതിന് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നുള്ള യാതൊരു ബോധവുമില്ല. ആ മോഡൽ ട്രെയിൻ ചെയ്ത മോഡൽ തരുന്ന അടുത്ത വാക്ക് തരിക എന്നുള്ള ഒരു സിമ്പിൾ മെക്കാനിക്കൽ കാര്യം അത് ചെയ്യുന്നത്. അപ്പോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അത് പമ്പര വിഡ്ഢിത്തങ്ങൾ പറയുന്നതും ഇല്ലാത്തവർക്ക് നോബൽ പ്രൈസ് ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കുന്നതും ജീവിച്ച ആൾക്കാരെ മരിപ്പിക്കുന്നതും. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ ആളും ജീവിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഈവന്റ് ആണ്. നമുക്ക് അതിനുള്ള ഒരു മോഡലുണ്ട്. അതൊന്നും അതിനറിയില്ല. ഒരാളുണ്ട്, അയാളുടെ പേരും ടെക്സ്റ്റിൽ വന്ന മഹാത്മാഗാന്ധി നാളെ കോഴിക്കോട് പ്രസംഗിക്കുകയാണെന്ന് പറയാൻ അതിന് പറ്റും. പക്ഷെ അതിനറിയില്ല മഹാത്മാഗാന്ധി മരിച്ചുപോയി എന്നുള്ള ആ ഒരു കോസൽ ഇൻഫർമേഷൻ ഇല്ല. അപ്പോ അത്തരത്തിലുള്ള വിഡിതങ്ങൾ അല്ലെങ്കിൽ അയാഥാർത്ഥമായ കാര്യങ്ങൾ പറയാനും ഈ ടൂളുകൾ പ്രാപ്തമാണ്, പോസിബിൾ ആണ്.
അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ മിക്കവാറും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല ഉത്തരങ്ങൾ കിട്ടും. എന്നാൽ വളരെയൊക്കെ നമുക്കൊന്നും 100 പുസ്തകങ്ങൾ വായിച്ച് അത് സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് സമ്മറൈസ് ചെയ്ത പോലെ ചെയ്തു തരും. ഇപ്പോഴത്തെ ചില ഈ ഹലൂസിനേഷൻ ഇങ്ങനെ ഭ്രമാത്മകമായിട്ട് ജനിപ്പിക്കുന്ന ഇതിനെ അത് ആ ഒരു പ്രശ്നം ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ ചാറ്റ് ബോട്ട്സ് പലതും റെഫറൻസ് വരും, എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന്. അപ്പൊ നമുക്ക് തന്നെ പോയി നോക്കാം, അപ്പൊ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് കുറച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ശരിയും തെറ്റും ഉള്ള ഇന്റർനെറ്റ് മെസ്സേജസ് എല്ലാം എടുത്തിട്ടാണ് അത് തരുന്നത്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള കഴിവ് അതിനില്ല എന്നുള്ളത്. തിരിച്ചറിയാനുള്ള കഴിവ് അതിനില്ല. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടിയും അസൈൻമെന്റിന് വേണ്ടിയും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റി അസൈൻമെന്റ് ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന അസൈൻമെന്റുകളും സാധാരണ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റായ ഉത്തരം തരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അത് ഉത്തരങ്ങൾ കിട്ടും. നമ്മൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പഠന പ്രക്രിയയിലെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അത് സെർച്ച് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ നമ്മളേതായ വാക്കിൽ ചുരുക്കി എഴുതുക എന്നുള്ളതാണ് അസൈൻമെന്റ് ഉദ്ദേശം. ആ ക്രിട്ടിക്കൽ തിങ്കിങ് അതാണ് അതിന്റെ, അല്ലാതെ ആ ഉത്തരമല്ല അതിന്റെ പ്രധാനം. ആ പ്രക്രിയയാണ്. ആ ഉത്തരം ഉണ്ടാക്കുന്ന ഉത്തരം ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവുന്ന പ്രോസസ്സാണ് ഇത് പ്രധാനം. അത് ഒന്നിച്ചൊരാള് നമ്മളൊരു ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പായസം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അവിടെ പ്രധാനം, അല്ലാതെ അത് കുടിക്കുക എന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ ഇത് അധികം അമിതമായി ഉപയോഗിക്കുന്നത് നമ്മള് പഠനത്തിന് ബാധകമായി, പഠനത്തിന് ഒരു വിഘാതമായി തീരും. നമ്മൾ പഠിക്കുന്ന അത് പഠിച്ചു, നമ്മളത് വെറുതെ വിളമ്പുകയാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് വരരുത്. പക്ഷെ നമ്മൾ റിസർച്ചറാണ്, നമ്മൾ ഇതിന്റെ ആ ഉത്തരം മാത്രമാണ് നമുക്ക് ആവശ്യം എങ്കിലും നല്ല ടൂളാണ്. എന്നാലും ഈ കിട്ടിയ ഉത്തരം ശരിയാണോ സെൻസ് ഉള്ളതാണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. AI and ML ഈ മേഖലയിൽ ഇപ്പോ പുതുതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസും ഇനി അങ്ങോട്ട് തുറന്നു വരുന്ന സാധ്യതകളെ കുറിച്ചൊന്ന് പറയാം. ഇന്നിപ്പോ എല്ലാം AI and ML ആണ്. അതുകൊണ്ട് എന്തിലും AI ML ചില കുത്തി കയറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു കമ്പനികളും എല്ലാവരും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് കുറെയൊക്കെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. AI ഉണ്ടെന്ന് പറഞ്ഞാൽ AI ബാക്ക് ML ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാധനം ചിലവാകും, ഷെയർ പ്രൈസ് കൂടും, ഇങ്ങനെ പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. പക്ഷെ AI എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ML ബേസ്ഡ് AI, മെഷീൻ ലേണിംഗ് ബേസ്ഡ് AIയുടെ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല പല ഏരിയകളിലും ഈ വിദ്യാഭ്യാസപരമായി നമ്മൾ പറഞ്ഞു, ഇപ്പൊ മെഡിക്കൽ ഏരിയകളിൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ലോയേഴ്സ് ഈ മറ്റേ നിയമ പണ്ഡിതന്മാരും, അതെ കോടതികളിലെല്ലാം പഴയ കേസുകളും പ്രീസിഡൻസും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ പഴയ കേസ് ഫയലുകളെല്ലാം പഠിച്ച് അതിൽ നിന്ന് ഒരു സമ്മറി ഉണ്ടാക്കിയ ജഡ്ജിക്കോ അല്ലെങ്കിൽ വക്കീൽമാർക്കോ അല്ലെങ്കിൽ കക്ഷികൾക്കോ ഉപയോഗപ്രദമാവും വണ്ണം സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു സാധ്യതയുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിനൊക്കെ എത്രയോ സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് AML പഠിച്ചാൽ ജോലികൾക്കൊക്കെ വളരെ സ്കോപ്പ് ഉണ്ട്. അടുത്ത ഒരു 25 കൊല്ലം അല്ലെങ്കിൽ അതിലധികമെങ്കിലും ഇത് കത്തി തന്നെ നിൽക്കും. പക്ഷെ അത് പഠിക്കുക എന്ന് പറഞ്ഞാല് ഈ പല AI എന്ന് പറഞ്ഞാൽ ML മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മാത്തമാറ്റിക്കൽ, വളരെ ക്വാണ്ടിറ്റേറ്റീവ് ഏരിയ ആണ്. അത് നമുക്ക് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതിനൊരു ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതിന് ടെക്നിക്കുകളുണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ആൽഗോരിതം ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം അതിൽ ആധാരിതമായതുകൊണ്ട്. AI എന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര വെൽ ഡിഫൈൻഡ് അല്ല. ഈ ML ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അപ്ലിക്കേഷനുകളാണ് AI എന്ന് പൊതുവെ വിളിക്കുന്നത്. അത് നമുക്ക് കൃത്യം എന്താണ് AI എന്ന് വെച്ചാൽ പല വിധത്തിൽ തന്നെ വ്യാഖ്യാനിക്കാം. അപ്പോ ഇത്തരത്തിൽ ഗാഢമായ മാത്തമാറ്റിക്സും അല്ലെങ്കിൽ മോഡൽസും ഉപയോഗിച്ച് നല്ല AI സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ വികസിപ്പിച്ചെടുക്കുക, അതിന്റെ പുതിയ ഏരിയകളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുക, ഇതൊക്കെ വളരെ സ്കോപ്പുള്ള കാര്യമാണ്. പക്ഷെ AI എന്ന് പറഞ്ഞാൽ വെറുതെ ഇപ്പൊ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു പുതിയ ഏരിയ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ChatGPT പോലുള്ള ടൂൾ എങ്ങനെ എന്ത് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും, അതെങ്ങനെ ട്യൂൺ ചെയ്യാം ആ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതൊരു വളരെ ഒരു ഇന്റലക്ച്വലി ചാലഞ്ചിങ് ജോലി ആവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നാളെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും. അതേസമയം കോർ AI സിസ്റ്റം ബിൽഡിംഗ് അല്ലെങ്കിൽ അതിനെ വേണ്ട പോലെ അപ്ലൈ ചെയ്യുക, അതിന്റെ കുറവുകളും ശക്തികളും
അറിയുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നും സ്കോപ്പ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു കുറച്ചുകൂടി ഫണ്ടമെന്റൽ ആയിട്ടുള്ള AI മെഷീൻ ലേണിംഗ് ചെയ്താൽ എന്നും സ്കോപ്പ് ഉണ്ടാവും. അപ്ലിക്കേഷൻ മാറിയും ഒന്നും പോയിക്കൊണ്ടിരിക്കും. എല്ലാ പ്രൊഫഷനിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എയുടെ ആപ്ലിക്കേഷൻസ് വരും. അപ്പം എല്ലാ കരിക്കുലത്തിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ വരും. അബ്സല്യൂട്ട്ലി. എല്ലാ AI എന്ന് പറയുന്നത് ഇപ്പോ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോലെയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ അല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത യാതൊരു ഫീൽഡും ഉണ്ടാവില്ല ഇപ്പൊ. അതുപോലെ AI എന്തെങ്കിലും വിധത്തിൽ AI ചേരാത്ത ഫീൽഡുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങളിവിടെ IIIT ഹൈദരാബാദിൽ ഇപ്പൊ അടുത്തൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ കോഴ്സ്, AI and ML ബേസിക്സ് ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇതൊരു ഓൺലൈൻ കോഴ്സാണ്. PG സ്റ്റുഡൻസ് ആൻഡ് ഡോക്ടേഴ്സ്. അതിന്റെ ഉദ്ദേശം AI ML എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതായത് പുതിയ AI ML ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അവരെ സജ്ജാക്കാനല്ല ഇതിന്റെ ഉദ്ദേശം. അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. ഇത് ഇന്നത്തെ ഡോക്ടർമാർ, ഇന്നത്തെ PG സ്റ്റുഡൻസ് നാളെ പ്രാക്ടീഷണേഴ്സ് ആകുമ്പോൾ പലരും വന്ന് AI ഉപയോഗിച്ചുള്ള ആ സിസ്റ്റം ഈ സിസ്റ്റം എല്ലാം വിൽക്കാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ബോധം, ഇത് എന്താണ്, എന്തൊക്കെ ഇതിന് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ ഡേഞ്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ നോക്കണം എന്നുള്ള ആ ലെവലിലുള്ള ഒരു അവബോധം കൊടുക്കാനാണ് ഈ കോഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങിയപ്പോൾ 150 പേര് ചേർന്നു. ഫസ്റ്റ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 2-3 ആഴ്ച കൂടി ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ധാരാളം എൻക്വയറി വരുന്നുണ്ട്. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഡോക്ടർമാരുന്നു. അവർ AI ഫോർ റേഡിയോളജീസ്, ഇപ്പൊ എക്സ്റേ, MRI തുടങ്ങിയ കാര്യങ്ങൾ, സ്പെസിഫിക് കേസ്, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കോഴ്സ് വേണം. അത് ഈ ഡോക്ടർമാർ ഒരു AI ഫോർ എക്സ്റേ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു AI പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ അത് AI എഞ്ചിനീയേഴ്സ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അതിന് ഡോക്ടർമാരും അതിന്റെ എക്സ്പെർട്സും കൂടെ വർക്ക് ചെയ്യണം. അത് ചെയ്യാൻ ഈ ഡോക്ടർമാരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ള ലെവലിലുള്ള കോഴ്സ് അതിനൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഇതേപോലെ ഇതിപ്പോ ഡോക്ടർമാർ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇപ്പൊ ലോയേഴ്സ്, ഞങ്ങളൊരു 5 കൊല്ലം മുമ്പ് ഒരു അവയർനെസ് പ്രോഗ്രാം കോഴ്സ് എന്ന് പറയുന്നില്ല, ഒരു 1 day 2 day വർക്ക്ഷോപ്പ് AI ഫോർ ജേർണലിസ്റ്റ് നടത്തി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജേർണലിസ്റ്റ് അവരെ ഉപയോഗിക്കും, പക്ഷെ അന്നത്തെ ഉദ്ദേശം അവരാണ് AI പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ദേ ഷുഡ് ബി അവെയർ എന്തൊക്കെ AI എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ, അതിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം അവരോട് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതൊരു വളരെ ലിറ്ററസി കോഴ്സ് പോലെയാണ് അന്ന് ചെയ്തത്. ഐഡന്റിഫൈ ഇത് AI എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു AI ഉപയോഗിച്ച് അത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ എന്ത് ചോദ്യം ചോദിക്കണം അവരോട്, ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ. ഇനി AI ഫോർ ജേർണലിസം, AI കൊണ്ട് ജേർണലിസം എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് അത് അടുത്ത കോഴ്സാണ്. അത് കുറച്ചുകൂടി സീരിയസ് കോഴ്സാണ്. ഇതൊരു അവയർനെസ്. അതുപോലെ ഇപ്പൊ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ് നാളെ ഈ AI സിസ്റ്റം എല്ലാ കമ്പനികളും മാനേജ് ചെയ്യുമ്പോൾ അവർക്കും ഈ തീരുമാനങ്ങൾ എടുക്കണം. ഈ സിസ്റ്റം ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചാൽ ഗുണം ഉണ്ടാവോ ദോഷം ഉണ്ടാവോ എന്നുള്ളതല്ല. അപ്പൊ അതിനുള്ള ബോധം അവർക്കും ഉണ്ടാവണം. അങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഒരു അടിസ്ഥാനപരമായിട്ട് AIക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എവിടെ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും, ഇതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഈ ലോകം ചേഞ്ച് ചെയ്തൊക്കെ പ്രത്യേകിച്ച് AI ഏരിയ വളരെ വേഗം അതിശീഘ്രം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് എവിടെ പോയി എന്ത് ഇൻഫർമേഷൻ കിട്ടാൻ പറ്റും എന്നുള്ള ഒരു സൂചനയെങ്കിലും ഇവർക്ക് കിട്ടണം. അത് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ പ്രധാനമാണ്. ഓക്കെ സർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ MBA ലെവലിൽ നോക്കുമ്പോൾ റിസർച്ചിൽ എത്തിക്സും ഒക്കെ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഈ റിക്കേഴ്സീവായിട്ട് അതിൽ നിന്ന് തന്നെ ജനറേറ്റഡ് ഡേറ്റ വീണ്ടും വീണ്ടും വരുമ്പോൾ അതിൻ്റെ ഒരു ത്രെട്ട് കാണുന്നുണ്ട് പല റിസർച്ചിലും കണ്ടന്റിലും. അതൊരു മേജർ ത്രെട്ട് അല്ലേ റിസർച്ച് ഏരിയയിൽ? അതിപ്പോ ഈ ChatGPT പോലുള്ള സിസ്റ്റങ്ങൾ ലോകത്തുള്ള എല്ലാ റിട്ടേൺ മെറ്റീരിയലും അവർ ട്രെയിനിങ് ഉപയോഗിച്ചു. പക്ഷെ അത് കഴിഞ്ഞു, ഇനി ഇല്ല. ലോകത്തുള്ള എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു, ഡേറ്റ ഇല്ല. ട്രെയിൻ ആ ലെവലിൽ ആ ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവര് സിന്തറ്റിക് ഡേറ്റ, അതായത് ഈ ChatGPT ഇങ്ങനെ ടെക്സ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് തന്നെ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്തത്. അതിനെപ്പറ്റി ഒരു കാര്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഗവേഷണത്തിൽ കാണുന്നത് അത് അത്ര ഫലപ്രദമല്ല. അത് അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ അത് എവിടേക്കോ പോകും. എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ ഇൻഡിപെൻഡന്റ് അല്ല. ഇതാണ് ഒരു ഈ ഹ്യൂമൻ ജനറേറ്റഡ് ഡേറ്റ ആകുമ്പോൾ അതിനൊരു റാൻഡംനെസ് ഉണ്ട്, കുറച്ച് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. മറ്റത് മുമ്പുണ്ടാക്കിയ ഡേറ്റ റിലേറ്റഡ് ആണ്. അപ്പൊ അത് വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. ഇപ്പൊ അവരൊക്കെ അത് ഒട്ടും ഉപയോഗിക്കുന്നില്ല. ഇതേ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇമേജ് ജനറേഷൻ കാണുന്നുണ്ട്. ഇത് ChatGPT അതുപോലുള്ള സാധനങ്ങൾ എക്സ്റ്റൻഷനുകൾ സോറ അതൊക്കെ പറഞ്ഞ് ഇമേജ് ജനറേഷൻ അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഇമേജ് ഒരു പടം ഒരു ഫ്രേസ് കൊടുത്താൽ മതി,
എലിഫന്റ് വാക്കിംഗ് ഇൻ ദ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല പടമൊക്കെ ഉണ്ടാക്കി തരും, വീഡിയോ ഉണ്ടാക്കി തരും. അത് കണ്ട ചിലതൊക്കെ പ്രൊഫഷണൽ സിനിമ പോലെ ഉള്ള ക്വാളിറ്റി ഉള്ളത് ഉണ്ടാക്കി തരും. ഓക്കെ. ഇതിനും ഈ ട്രെയിനിങ് ഡേറ്റ വലിയ പ്രധാനപ്പെട്ടതാണ്. Okay. ഈ ഇത് എവിടെ നിന്ന് ഇങ്ങനത്തെ ഡേറ്റ കിട്ടും? അത് എന്ന് മാത്രമല്ല ഒറിജിനൽ ഡേറ്റ അല്ലെങ്കിൽ കുറച്ച് ആ നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡേറ്റ അല്ലെങ്കിൽ അത് വളരെ ഉപയോഗം ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഗവേഷണം സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ നമ്മുടെ ഈ ചില പ്രൊഫഷൻസ് ലൈക്ക് ഇപ്പം ആർക്കിടെക്ചർ അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷൻസിൽ ഇതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ് എവിടെയായിരിക്കും? ഇപ്പം നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാനോ അല്ലെങ്കിൽ എസ്തെറ്റിക്സ് അപ്പിയറൻസ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സോ നമ്മുടെ ഇത് പറഞ്ഞ പോലെ ഹ്യൂമൻ ആണോ എ ആണോ ജനറേറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകുന്നത്. അത് നല്ലൊരു സാധ്യതയുള്ള ഏരിയയാണ്. എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വേണ്ട വളരെ ആർട്ടിസ്റ്റ് പോലെ ഒരു സാധനങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട, ഡിസൈനുകൾ ജനറേറ്റ് ചെയ്യേണ്ടതല്ലാത്ത ഒക്കേഷൻ പലതുമുണ്ട്. അത് ഇപ്പൊ ഈ പ്രോഗ്രാമുകൾ AI അല്ലെങ്കിൽ കോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം എഴുതാൻ AI തന്നെ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിനിപ്പോ നല്ലോണം പറ്റും. അതുപോലെ ഇപ്പൊ ഒരു ബിൽഡിംഗ് കെട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു പല കാര്യങ്ങളും വളരെ റുട്ടീൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണ്, റെപ്പിറ്റീവ് ആണ്. അപ്പൊ അത് AI സിസ്റ്റം ഡയറക്ട്ലി ജനറേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ചെയ്യേണ്ടതുമാണ്. അതൊരു നമ്മുടെ ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, ഒരു ബോറിംഗ് ജോലി മാറി കിട്ടും. പിന്നെ ഡ്രോയിങ് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പല വിധത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് 100 എക്സാമ്പിൾ ഉണ്ടാക്കാൻ അതൊന്നും മനുഷ്യർ ചെയ്യേണ്ട ജോലിയല്ല. മെഷീൻ ചെയ്യുമെങ്കിൽ മെഷീൻ ചെയ്തോട്ടെ. പക്ഷെ അതിലൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന എലിമെന്റ് വേണ്ടി വരികയാണെങ്കിൽ അതിലിപ്പോ എയോട് പറഞ്ഞാൽ പലതും ഉണ്ടാക്കി തരും. പക്ഷെ അത് ആൾക്കാർ പലതും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ട് ജനറേറ്റഡ് ആർട്ട് വലിയ വിലക്ക് വിറ്റുപോയ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. പലപ്പോഴും ആർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഇസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നമ്മളൊരു ഉണ്ടാക്കിയ ആർട്ട് നമ്മൾ എല്ലാവരും പലരും കാണിച്ച ആൾക്കാർ ഇത് നല്ലതാണെന്ന് പറഞ്ഞെന്നൊക്കെ വരും. പക്ഷെ ഈ കെട്ടിടങ്ങൾക്കും ഈ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കോൺക്രീറ്റ് ഡിസൈൻ, ഒരു ഡിഫിനിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. അത് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ നന്നായി, ഇല്ലെങ്കില്ല. അപ്പൊ അതുകൊണ്ട് എത്ര വലിയ ആർക്കിടെക്ട് ചെയ്താലും അല്ലെങ്കിൽ എത്ര വലിയ ആർട്ടിസ്റ്റ് ചെയ്താലും ചിലത് കണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പൊളിഞ്ഞു. അതുപോലെ സിനിമകള് വലിയ സംവിധായകരുണ്ടാക്കിയ സിനിമകൾ പലതും പൊളിയുന്നു, നമ്മൾ അറിയാത്ത സിനിമകൾ സക്സസ് ആവും. ഇതൊക്കെ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അതൊരു സോഷ്യൽ ഫിനോമിനാണ്. അപ്പൊ അവിടെ വരുമ്പോ AI ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. റിപ്പീറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് ഡിസൈനുകൾ ഉണ്ടാക്കാൻ അതിന് പറ്റും. ഓക്കെ. സോ AI/ML കുറിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെ കുറിച്ചാണ് സാറിനോട് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കോൺവെർസേഷൻ വന്നതിൽ DC മീഡിയ സെല്ലിന്റെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.